ശ്രീധുവിനെ പനിഷ്മെന്റ് കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പവർ ടീം തേഞ്ഞൊട്ടി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അവിടെ പവർ ടീം ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് ശ്രീധു ഇവരുടെ അടുത്ത് പവർ ടീമിന്റെ അടുത്ത് ചോദിക്കാതെ മുട്ട എടുത്ത് കഴിച്ചു എന്നുള്ളതാണ്. ശ്രീധുവിന്റെ അടുത്ത് കഴിക്കരുതെന്ന് ശരണ്യ പറഞ്ഞിട്ടും ശ്രീധു എടുത്ത് കഴിക്കുകയും മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. പക്ഷേ ശ്രീധു നിൽക്കുന്നത് കിച്ചൺ ടീമിലാണ്. കിച്ചൺ ടീമിലുള്ള ഒരു വ്യക്തിക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാനുള്ള അനുവാദമുണ്ട്. അങ്ങനെ ടേസ്റ്റ് നോക്കാനാണ് അൻസിബ അത് കൊടുത്തത് എന്ന് അൻസിബ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ഓൾറെഡി വായിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എന്താണ് ചെയ്യുക? അത് ചെയ്തു. പിന്നെ വീണ്ടും കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതൊരു കോമഡി ആക്കിക്കൊണ്ടാണ് ശ്രീധു അത് എല്ലാവർക്കും കൊണ്ടു കൊടുത്തത് എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ശിക്ഷയായിട്ട് പവർ റൂം പറഞ്ഞത് ഇന്ന് ഈ സമയം മുതൽ വൈകിട്ട് ലൈറ്റ് അണയ്ക്കും വരെ പവർ റൂമിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പവർ ടീം അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സല്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് വലിയൊരു ശിക്ഷയാണെന്ന് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും വാദിച്ചു. ഇത്രയും വലിയൊരു ശിക്ഷ അവിടെ കൊടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ശ്രീധു അതിന് മാത്രം തെറ്റ് ചെയ്തിട്ടില്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന ടീമിലുള്ള ഒരു വ്യക്തി അതൊരു കഷ്ണം മുട്ട കഴിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. പിന്നെ പവർ ടീമിനെ എതിർത്തു എന്നുള്ള ഒരു തോന്നൽ മാത്രമാണെങ്കിൽ അതിനുള്ള ചെറിയ ശിക്ഷ കൊടുക്കുക, വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റില്ല എന്ന് വീട്ടിലുള്ള മറ്റംഗങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ പവർ ടീം വാദിച്ചു പവർ ടീം പറയാതെ ചോദിക്കാതെ അനുവാദമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊരു കാര്യം. പക്ഷേ പവർ റൂൾ ബുക്ക് നോക്കിയ സമയത്ത് പവർ റൂൾ ബുക്കിൽ അങ്ങനെ ഭക്ഷണം കഴിപ്പിക്കാൻ കൊടുക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നോ ഒരു റൂളില്ല. എന്ത് സാധനങ്ങൾ എടുക്കണം, എന്ത് സാധനം കുക്ക് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം മാത്രമേ പവർ റൂമിനുള്ളൂ. അപ്പോൾ അവിടെയും പവർ റൂമിന് പഴച്ചു. അങ്ങനെ മൊത്തത്തിൽ വന്നപ്പോൾ പവർ റൂം ആകെ തേഞ്ഞൊട്ടിയ അവസ്ഥയായി. അവസാനം അവർക്ക് അവിടെ ശിക്ഷ കുറയ്ക്കേണ്ടി വന്നു. ഒരൊറ്റ തവണ സല്യൂട്ട് ചെയ്താൽ മതി, പവർ റൂമിനെ ബഹുമാനിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് ഒറ്റ തവണ സല്യൂട്ട് ചെയ്താൽ മതി എന്നൊരു കാര്യം മാത്രമേ അവിടെ പറയാനായിട്ട് സാധിച്ചുള്ളൂ. കാരണം പവർ റൂമിന്റെ ഭാഗത്തായിരുന്നു തെറ്റ്. അവിടെ ഒരു മുട്ട കഴിച്ചത് അവിടെ കിച്ചൺ ഡ്യൂട്ടിയിലുള്ള ഒരാളാണ് എടുത്ത് കഴിച്ചത്. അവിടെ പക്ഷെ കഴിക്കരുത് എന്ന് പവർ റൂം പറഞ്ഞിട്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് അതൊരു തമാശയായിട്ടാണ് ശ്രീധു ചെയ്തതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അത് പവർ റൂമിനെ ബഹുമാനിച്ചില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ശിക്ഷ വിധിക്കേണ്ടി വന്നത്. അപ്പോഴും അവർ ആദ്യം വിധിച്ച ശിക്ഷ അവർക്ക് മാറ്റേണ്ടി വന്നു. അവിടെ പവർ റൂം തേഞ്ഞൊട്ടുന്നതാണ് കണ്ടത്. എല്ലാവരും പവർ റൂമിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ശ്രീധു ചെയ്ത തെറ്റ് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ പവർ റൂമിനെ തങ്ങൾ കൊടുത്ത ശിക്ഷ മാറ്റേണ്ടി വരികയായിരുന്നു.